ചൊവ്വാഴ്ച വൈകുന്നേരം തൃക്കരിപ്പൂരിലെ ബീരിച്ചേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വലിയപറമ്പ് പഞ്ചായത്തിലെ പടന്നാക്കടപ്പുറത്ത് രാത്രി 8:45 എത്തിയപ്പോഴാണ് സംഘർഷം ഉടലെടുത്തത്. റോഡ് ഷോയ്ക്ക് നേരെ ഇരുട്ടിൽ നിന്നുണ്ടായ കല്ലേറിനെ തുടർന്ന് LDF, UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. പടന്നാക്കടപ്പുറത്ത് റോഡ് ഷോയ്ക്ക് വഴിയൊരുക്കി നൽകുന്നതിനിടയിൽ വലിയപറമ്പിലെ UDF നേതാവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയുമായ KK അമീനിന് കല്ലേറിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് പടന്നാക്കടപ്പുറത്തെ CPM ഓഫീസായ PP ദാമോദരൻ സ്മാരക മന്ദിരത്തിന്റെ ജനൽച്ചില്ലുകൾ കല്ലേറിൽ തകർന്നു. സംഘർഷം പടരുന്നതിനിടയിൽ പടന്നാക്കടപ്പുറത്തെ കോൺഗ്രസ് ഓഫീസായ TV കുഞ്ഞമ്പു സ്മാരക മന്ദിരത്തിന് നേരെ അക്രമം നടന്നു. ഓഫീസിന് പുറത്ത് കസേരകൾ ഉൾപ്പെടെയുള്ള ഫർണിച്ചറുകൾ അടിച്ചു തകർത്തു. ജനൽച്ചില്ലുകളും കല്ലേറിൽ തകർന്നു. നേരത്തെ ഉണ്ടായ സംഘർഷത്തിലും പോലീസ് മർദ്ദനത്തിലും ഉൾപ്പെടെ UDFിലെ 2 പ്രവർത്തകർക്കും പരിക്കേറ്റു. മാവിലക്കടപ്പുറത്തെ NB യാക്കൂബ്, MK കബീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലിയപറമ്പ് പടന്നാക്കടപ്പുറത്തെ സംഘർഷത്തിൽ പരിക്കേറ്റ LDF പ്രവർത്തകരായ PK കുഞ്ഞികൃഷ്ണൻ, PV മധു, AV ശ്രീരാജ്, ആദിത്യൻ എന്നിവരെ ചെറുവത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷത്തിനിടയിൽ 3 പോലീസ് സേനാംഗങ്ങൾക്കും പരിക്കേറ്റു. ചന്ദേര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരാണ് 3 പേരും. പയ്യന്നൂരിലെ ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടി. അക്രമം നടന്ന പടന്നാക്കടപ്പുറം CPM ഓഫീസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ നേതാക്കൾക്കൊപ്പം സന്ദർശിച്ചു. ജനവിധിയെ നമ്മൾ അംഗീകരിക്കും, പക്ഷെ അക്രമം വെച്ച് ഓർപ്പിക്കില്ല. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ വളരെ ആസൂത്രിതവും ബോധപൂർവമായിട്ടുള്ള കടുത്ത അക്രമം അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് UDFിൻ്റെ ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ആളുകളാണ്. ഇത്തരം അക്രമ സംഭവങ്ങൾ അരങ്ങേറാതിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നുള്ളതിൽ പുതിയ ജനപ്രതിനിധികളുണ്ട്. ഒരു ജനപ്രതിനിധി ഒരു സ്ഥലത്ത് സംഘർഷം ഒഴിവാക്കി സമാധാനപരമായിട്ടൊരു ജീവിതം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിന് പകരം സംഘർഷം ഉണ്ടാക്കുന്നതിന് നേതൃത്വം നൽകി അവിടെ വെച്ച് പരസ്യമായ ആളുകളെ വെല്ലുവിളിക്കുകയാണ്. അക്രമത്തിൽ തകർന്ന പടന്നാക്കടപ്പുറത്തെ കോൺഗ്രസ് ഓഫീസ് നിയുക്ത MLA സന്ദീപ് വാര്യരും UDF കാസർഗോഡ് ജില്ലാ നേതാക്കളും സന്ദർശിച്ചു. അവിടെ CPM പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നുണ്ടെന്നും അവിടെ UDFിൻ്റെ ആഹ്ലാദത്തിന് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾ നേരത്തെ പോലീസിനെ അറിയിച്ചിരുന്നതാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാര്യം അറിയിക്കുകയും ഞാൻ തന്നെ രാവിലെ SPയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫോഴ്സ് ആവശ്യമായി വരുമെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ പോലീസിൻ്റെ ഭാഗത്ത് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ CPM ആക്രമികളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനോ അത് പ്രിവെൻറ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ ചില പ്രവർത്തകർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. വലിയ തോതിലുള്ള കല്ലേറാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ നിയമ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. അതേസമയം വലിയപറമ്പ് പടന്നാക്കടപ്പുറത്തുണ്ടായ വിവിധ സംഭവങ്ങളിൽ ചന്ദേര പോലീസ് 180 പേർക്കെതിരെ കേസെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.